ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾ കട്ട്ലറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നിങ്ങൾക്ക് അധികം എരിവ് ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി. ഇനി ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. വല്ലാണ്ട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം സവാള ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ പീസാണ്. നിങ്ങൾക്ക് നിങ്ങളെ ചോയ്സിൻ്റെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് കുക്കായി വരുമ്പം ഇതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വേണം ഇത് ഒരു 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം, ഈ സ്പൈസസിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് പോകുന്നവരെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ശരിക്കും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടിയും വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പൊടിയും വെജിറ്റബിൾസും ശരിക്കൊന്ന് മിക്സ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ പൊടിയും വെജിറ്റബിൾസൊക്കെ ശരിക്കും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണയാൻ വെക്കണം. ഈ മസാല തണുത്തതിൻ്റെ ശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട, വെള്ളം ആഡ് ചെയ്യാതെ തന്നെ ശരിക്കും ഇത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ഡോ റെഡിയാക്കി എടുക്കണം. ഇനി 2 കൈയിലും കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഓയിൽ മതി. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറത്തൊക്കെ കവറിങ് ബ്രൗൺ ആയി കിട്ടുള്ളൂ, അകത്തൊന്നും വെന്ത് കിട്ടൂല. ഒരു 3 മിനിറ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇനി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം കട്ട്ലെറ്റ്സൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലെറ്റ്സാണ്. പുറത്ത് നല്ല മൊരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ ഹെൽത്തി സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.